നമ്മൾ ഇനി അടുത്ത് പോകാൻ പോകുന്നത് അങ്കാര എന്ന് പറയുന്ന തുർക്കിയുടെ ക്യാപിറ്റൽ സിറ്റിയിലേക്കാണ്. മിക്ക ആൾക്കാരുടെയും ധാരണ തുർക്കിയുടെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് ഇസ്താംബുളാണെന്നാണ്. അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും ഇസ്താംബുൾ കാണാനായിട്ട് വരുന്നത്. പക്ഷേ അങ്ങനെയല്ല, അങ്കാരയാണ് ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത്. അവിടേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. അതിനായി ഇവരുടെ ഓട്ടോഗർ എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡ്, ഇവർ എല്ലാവരും ഓട്ടോഗർ എന്നാണ് പറയുന്നത്. ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും അറിയില്ല. അവിടുന്ന് മെട്രോയുണ്ട്. മെട്രോയിലൂടെ നമ്മൾ ഓട്ടോഗറിലെത്തി. ഓട്ടോഗറിൽ നിന്ന് ഒരു 500 ലിറ 1250 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 300-350 കിലോമീറ്ററോളം വരുന്ന യാത്രയാണ്. അതിനിടയിൽ നമുക്ക് ടീയായും സ്നാക്കായും ജ്യൂസായൊക്കെ ഒരു സെർവ് ചെയ്യുന്നുണ്ട് ബസ്സിനകത്ത് തന്നെ. ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്, ഇവിടുത്തെ റോഡുകൾ വളരെ നല്ലത് തന്നെയാണ്. വലിയ റോഡുകളും അതുപോലെ തന്നെ ഹൈവേ ഒക്കെ നല്ല റോഡുകൾ തന്നെയാണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയാൻ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ യാത്രയ്ക്കിടയിൽ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടുത്തെ സ്ഥലങ്ങൾ മുഴുവനും കുന്നും മലകളും അതൊക്കെ അങ്ങനെയൊക്കെ നിറഞ്ഞിട്ടുള്ളതാണ്. റോഡിലൂടെ പോകുമ്പോഴുള്ള കാഴ്ച അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നല്ല റോഡുകളാണ്. 6 ലൈൻ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അത്യാവശ്യം തിരക്കുമുണ്ട്. നമ്മൾ ഈ യാത്രയ്ക്ക് ഏകദേശം 6 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. തിരക്കുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ക്യാപിറ്റൽ സിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകളുണ്ടാകും. ഇടയ്ക്ക് ചെറു പട്ടണങ്ങളുണ്ട്, ചെറിയ സിറ്റികളുണ്ട്. അങ്ങനെ എല്ലാം കടന്നാണ് നമ്മൾ പോകുന്നത്. ശരിക്കും നമുക്ക് അത്ഭുതം എന്ന് പറയാൻ, റോഡിലൂടെ പോകുമ്പം നമുക്ക് ഒന്നും തന്നെ ഒരു ജെർക്കിങ് പോലും നമുക്ക് ഫീൽ ചെയ്യാറില്ല. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം തിരക്കുള്ള റോഡാണ്. ചില സമയത്ത് ബ്ലോക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ നമുക്ക് ട്രാഫിക് ജാം അനുഭവപ്പെട്ടായിരുന്നു. നമ്മളങ്ങനെ യാത്ര അങ്കാര സിറ്റിയിലേക്ക് എത്താറായെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം റോഡ് ബ്ലോക്കായി അല്ലെങ്കിൽ തിരക്ക് വന്നു തുടങ്ങി. ഇനി അവിടുത്തെ മെട്രോയിലൂടെയാണ്. അവിടെയും മെട്രോ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. രാത്രി 1 മണി വരെ മെട്രോയുണ്ട്. നമ്മൾ ഏകദേശം ഒരു 11-11:30 ആകുമ്പോഴാണ് അങ്കാരയിലെത്തിയത്. അവിടുത്തെ മെട്രോയിലൂടെയുള്ള യാത്രയും വളരെ നല്ലതാണ്. നാളെ അങ്കാരയിലെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സജ്ജീകരണങ്ങൾ എന്നുള്ളത് നാളെ പകൽ നമുക്ക് കണ്ടറിയാം.